ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ക്ഷമിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നയിച്ചു. ക്ഷമിക്കുമ്പോൾ ലഭിക്കുന്ന വൻ കൃപകൾ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം വളരെ വലുതാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങളോട് പ്രീതി തോന്നാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവിന്റെ പ്രീതിക്ക് പാത്രമാകുവാൻ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ നിമിഷങ്ങളിൽ. നമുക്കെപ്പോഴും സന്തോഷമുണ്ടാകുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ നിലനിൽക്കുകയും നമ്മളോട് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് കൂടുതൽ പ്രീതി തോന്നുക. എന്നാൽ മറ്റുള്ളവർ നമ്മളോട് വേണ്ടുന്ന രീതിയിൽ സ്നേഹം കാണിക്കുകയോ സംസാരിക്കുകയോ നമ്മുടെ കൂടെ ആയിരിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിൽ പലരും അസ്വസ്ഥരായിത്തീരും. ലോകത്തില് മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തിത്വമുള്ള അനേകരുണ്ട്. അനേകായിരങ്ങൾ ആ വ്യക്തികൾ കടന്നു വരുമ്പോൾ അവരെ കാണുവാനും അവരുടെ സംസാരം കേൾക്കുവാനും അവരുടെ സാന്നിധ്യമൊക്കെ ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ തടിച്ചുകൂടുന്ന കണ്ടിട്ടുണ്ട്. പോപ്പ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ വരുവാണെങ്കിൽ ധാരാളം ജനങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാൻ ഒരുമിച്ച് കൂടും. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യർക്ക് പ്രീതികരമായ രീതിയിലാണ്. ദേശങ്ങൾക്കും കാലങ്ങൾക്കും മതങ്ങൾക്കും അതുപോലെ മറ്റു തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് പോലും അദ്ദേഹത്തിന്റെ വാക്കുകളും സാന്നിധ്യവും വളരെ പ്രീതികരമായി അനുഭവപ്പെടുന്നതുകൊണ്ട് അവരെല്ലാവരും അദ്ദേഹത്തെ കാണാൻ ഒരുമിച്ച് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് രൂപപ്പെട്ട് കിട്ടുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ധാരാളം കുറഞ്ഞിരിക്കും. അതാണ് യേശു പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവരുടെ പ്രീതിക്ക് പാത്രമായി തീരും നമ്മൾ. അവരെല്ലാവരും നമ്മളെ സ്നേഹിക്കും. അവരെല്ലാവരും നമ്മുടെ വാക്ക് കേൾക്കുവാനായി നമ്മുടെ ചുറ്റും ഒരുമിച്ച് കൂടും. അങ്ങനെ നമ്മുടെ ചുറ്റും വലിയൊരു സ്നേഹം നിറഞ്ഞ ജനങ്ങളുടെ വലയം ഉള്ളതുകൊണ്ട് നമ്മൾ സംപ്രീതരായിത്തീരും. എന്നാൽ ഇങ്ങനെ ആകാന് വളരെ പ്രയാസമുണ്ട്. മറ്റുള്ളവർക്ക് പ്രീതികരമായ രീതിയിൽ സംസാരിക്കുവാനും ഇടപഴകാനും പ്രവർത്തിക്കുവാനും വളരെ പ്രയാസകരമാണ്. മദ്യപാനിയായ ഭർത്താവുള്ള ഭാര്യ അയാളോട് എങ്ങനെ പ്രീതികരമായിട്ട് പെരുമാറും? തന്റെ കുടുംബത്തെ നോക്കാതെ സ്വത്തെല്ലാം ദുർവ്യയം ചെയ്യും, കുടിച്ച് നശിപ്പിക്കുകയും കുടിച്ച് ചീട്ടുകളിക്കുകയും ജോലി ചെയ്യാതെ അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ പ്രീതികരമായി എങ്ങനെ ഒരു ഭാര്യയ്ക്ക് പെരുമാറാൻ കഴിയും? പലപ്പോഴും പ്രയാസകരമായിട്ട് തോന്നും അവളുടെ ജീവിതം.
എന്തു പറഞ്ഞാലും അതിലൊക്കെ കുറ്റം കാണുന്ന ജീവിത പങ്കാളിയാണ് കൂടെയുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഒരു പങ്കാളിയുടെ ഒത്തുള്ള ജീവിതം എത്രയോ ദുഷ്കരമായി തീരും. എന്നാൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ഭവനത്തില് നിന്റെ ജീവിത പങ്കാളിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള സ്നേഹമോ പരിഗണനയോ ഒരാശ്വാസമൊക്കെ പറയുവാനോ നിന്റെ കാര്യത്തിൽ ശ്രദ്ധയോ ഇല്ലാത്തൊരു വ്യക്തിയാണ് കൂടെയുള്ളതെങ്കിൽ നീ അത് ഗവനിക്കാതെ നീ ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ജീവിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടും. ഇപ്രകാരമുള്ള ഒരു വ്യക്തി നിന്റെ ജീവിതത്തിലെ അനുഗ്രഹമായി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രഭാഷകന്റെ പുസ്തകം 20:13 പറയുന്നു, ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു എന്ന്. കോപിഷ്ഠനായി കടന്നു വരുന്നൊരു വ്യക്തിയോട് സൗമ്യമായി സംസാരിച്ചാൽ ആ വ്യക്തിയെ നേടാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മളോട് കോപിക്കുന്ന വ്യക്തിയോട് സൗമ്യമായി പെരുമാറുവാനും ഇടപഴകുവാനുമുള്ള ആത്മീയ കരുത്ത് നമ്മൾ ആർജിച്ചിരിക്കണം. ഈ ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ലോകത്തിൽ കാണുന്ന എല്ലാ പുസ്തകങ്ങളും വായിച്ചതുകൊണ്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന ടിവിയിലൂടെ കടന്നു വരുന്ന എല്ലാ സീരിയലും കണ്ട് സന്തോഷിച്ചതുകൊണ്ടോ സാധ്യമാകുകയില്ല. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും നിറഞ്ഞ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായ ജീവിതത്തെ ക്രമീകരിക്കുകയും അതിനനുസരിച്ചുള്ള പദങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന നമ്മളോട് വിദ്വേഷം കാണിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൾ എത്ര വലിയ കോപിഷ്ഠനാണെങ്കിലും കോപിഷ്ഠയാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകുന്ന പ്രചോദനമനുസരിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ അനുനയിപ്പിക്കുവാൻ സാധിക്കും. ഇവിടെയാണ് ദൈവത്തിന് പ്രീതികരമായി ചരിക്കുന്നവരുടെ ജീവിതം വിജയപ്രദമായി തീരുക. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. ഇത് കണ്ട് പലരും ചുറ്റുപാടുള്ളവർ അധ്വാനിക്കാത്തവർ അസൂയപ്പെടുന്നുണ്ട്. ചുറ്റുപാടുമുള്ളവരുടെ കാർഷിക മേഖലയിലുള്ളവരുടെ വളർച്ച കണ്ടിട്ട് അസൂയപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ച് വലിയ സമ്മാനങ്ങളൊക്കെ പഴയകാലങ്ങളിൽ രാജാവിനും അതുപോലെ രാജ്യം ഭരിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് അവരുടെ പ്രീതി നേടിയ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ രാജാവിന്റെ കൈകളിൽ നിന്ന് ഒരു പ്രദേശം മുഴുവനും തീരെഴുതി വാങ്ങിയ ധാരാളം ആളുകളെയൊക്കെ കാണാം. അപ്പോൾ അവർ രാജാവിനെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട്, രാജാവിന് അവരോട് പ്രീതി തോന്നിയതുകൊണ്ട് അവരെ പ്രത്യേകമായ രീതിയിൽ രാജാവ് സഹായിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവവും. ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കും. എല്ലാ കഷ്ടതകളിൽ നിന്നും, വേദനകളിൽ നിന്നും, നൊമ്പരങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, മാനസിക ഞെരുക്കത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുക അവന് പ്രീതികരമായി നമ്മൾ ചരിക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ പ്രബലരെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് അവര് ചെറിയ തെറ്റുകൾ ചെയ്താലും അത് പ്രബലരെ കണക്കാക്കുകയില്ല. കാരണം അവർക്ക് പ്രീതികരമായ രീതിയിൽ അവർ പ്രവർത്തിച്ചതുകൊണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമ്മുടെ അയൽവാസികളുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. അവരെപ്പോഴും നമ്മുടെ കാര്യത്തിൽ തൽപരരാണ്. ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും നമ്മെ സഹായിക്കുന്നു. എപ്പോഴും വേദനകളും ക്ലേശങ്ങളും ഉണ്ടായാൽ ഓടിയെത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ വന്ന് സഹായിക്കുന്നു. അങ്ങനെയുള്ള ഒരാടോ പശുവോ നമ്മളുടെ കൃഷിയിടത്തിൽ കയറി വെച്ചിരുന്ന റബ്ബർ തൈ 10 തിന്നുപോയി. നമ്മൾ അയാളോട് സാധാരണ രീതിയിൽ കയർത്ത് സംസാരിക്കാറില്ല. അയാളോട് പറയും, സാരമില്ല, നീ വിഷമിക്കണ്ട, പശു അങ്ങനെയല്ലേ, ആടുകളൊക്കെ അങ്ങനെയല്ലേ, അവ ചിലപ്പോൾ കെട്ടഴിഞ്ഞു പോയാൽ നമ്മുടെ വീടുകളിലൊക്കെ കയറി ഇതുപോലെ റബ്ബർ തിന്നും, അത് നീ കാര്യമാക്കേണ്ട, നമുക്ക് വേറെ 10 വാങ്ങി വെച്ചാൽ മതിയല്ലോ, അധികം വലിപ്പമൊന്നും ആയിട്ടില്ലല്ലോ റബ്ബർ തൈക്ക് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. അതേ സമയത്ത് നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ പശുവോ ആടോ ആണ് നമ്മളുടെ പറമ്പിൽ കയറി, നമ്മുടെ കൃഷിയിടത്തിൽ കയറി നമ്മുടെ കൃഷി നശിപ്പിച്ചതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ദേഷ്യം പിടിച്ചൊരു പക്ഷേ ആ പശുവിനെ ആടിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങും, അല്ലെ അതിനെ പിടിച്ചു കിട്ടും,
അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും, അതല്ലെങ്കിൽ വായിൽ തോന്നിയതെല്ലാം അയാൾ വിളിച്ചു പറയും. അങ്ങനെ ആകെ കോലാഹലവും ബഹളവുമായിരിക്കും. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പ്രീതിപ്പെടുത്തുമ്പോൾ അവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നമുക്ക് മനസ്സുണ്ടാകുന്നു. പ്രീതിപ്പെടുത്താത്തവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ല. നമ്മൾ അവരോട് പലപ്പോഴും ക്രൂരമായി പെരുമാറുന്നു. അപ്പൊ നമ്മളിൽ തന്നെ രണ്ടു തരം മനുഷ്യൻ ഒരേ സമയത്ത് നിലനിൽക്കുന്നു. അതിന്റെ അർത്ഥം നമ്മളിലെ കാരുണ്യമില്ല എന്നുള്ളതാണ്. കാരുണ്യമുള്ളവൻ എപ്പോഴും ശത്രുവിന്റെയും മിത്രത്തിന്റെയും തെറ്റുകൾ ക്ഷമിക്കാൻ സന്നദ്ധനാക്കും. ഈ കാരുണ്യമുള്ള ഹൃദയം ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമായി സ്വീകരിച്ച ഹൃദയമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ശത്രുവെന്നോ മിത്രമെന്നോ ഒരു വ്യത്യാസം കാണാതെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് ദൈവത്തിന്റെ കൃപകൾ കൊണ്ട് നിറയുന്ന വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷതകളാൽ നിറയപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി നമ്മൾ മാറുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ചരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ചരിക്കുന്നവരെ ദൈവം എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും സംരക്ഷിക്കുകയും പരിപാലിപ്പിക്കുകയും അവരെ വളർത്തുകയും പുഷ്ടിപ്പെടുത്തുകയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ഇത് മാനുഷികമായി ചിന്തിച്ചതുകൊണ്ടോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയതുകൊണ്ടോ കുറെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ നമ്മളുടെ ഈ നിലപാട് മാറുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം ഇന്ന് എത്രയോ സുന്ദരമായി മാറുമായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമുക്ക് ആവശ്യമാണ്. അവന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ഇപ്രകാരം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാൻ, മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുക. പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുകയും ഈ നിറഞ്ഞ കഴിവിനാല്, ഈ നിറഞ്ഞിട്ടുള്ള അളവിനാല് നമ്മൾ പ്രവർത്തിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുക. 1,00,000 രൂപ കിട്ടിയ ഒരാള് അതൊന്നും ചെയ്യാതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. 50,000 രൂപ കിട്ടിയ ആള് അത് നല്ല ബുദ്ധിപൂർവം അത് കച്ചവടം ചെയ്ത് വർദ്ധിപ്പിച്ച് അയാൾ വലിയ സമ്പന്നനായി തീർന്നു. അപ്പോൾ കിട്ടിയത് കൊണ്ട് വ്യാപാരം ചെയ്ത് സമ്പന്നതയിലേക്ക് വളരാൻ പരിശ്രമിക്കണം. ഭൗതികമായി ഇങ്ങനെ സമ്പന്നതയിലേക്ക് വളരുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ അല്പാൽപമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ കൃപകൾ ഉപയോഗിച്ച് കൂടുതൽ വളരുവാൻ വേണ്ടി ആ കൃപകളെ ഉപയോഗിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അത് സ്നേഹമായിരിക്കാം, ക്ഷമയായിരിക്കാം, സന്തോഷമായിരിക്കാം, നന്മയായിരിക്കാം. ഇങ്ങനെയുള്ള ഫലങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അല്പം നന്മയുള്ളെങ്കിൽ ആ നന്മ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആ നന്മകൾ കൊണ്ട് വ്യാപാരം ചെയ്യണം. അങ്ങനെ ഒരാൾക്ക് 2 പേർക്ക് 3 പേർക്ക് നന്മ ചെയ്യുമ്പോൾ, നന്മയുടെ കൂടെ സ്നേഹവും നമ്മൾ നിറഞ്ഞു വരുമ്പോൾ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ നന്മ ചെയ്യുമ്പോൾ ദീർഘക്ഷമയോടെ നന്മ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ നമ്മളിൽ ദൈവം വർഷിച്ചിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യുമ്പോൾ ദൈവം വളർത്തുകയും അവന് നമ്മോട് പ്രീതി തോന്നാൻ ഇടയാക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ അവൻ അനുഗ്രഹപൂർണമാക്കി മാറ്റുകയും ചെയ്യും. പലപ്പോഴും കുടുംബങ്ങളിലാണ് പ്രയാസം നേരിടുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും വലിയ പ്രയാസമൊന്നുമില്ല. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമായിരിക്കും നമ്മൾ. എന്നാൽ സ്വന്തം ഭവനത്തിലേക്ക് വരുമ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും സ്വരച്ചേർച്ചയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളാണ്. വെറുതെ നോക്കിയാൽ കുഴപ്പം, സംസാരിച്ചാൽ കുഴപ്പം, എങ്ങോട്ടെങ്കിലും നടന്നാൽ കുഴപ്പം. ആകെ പ്രശ്നമയമാണ് വീട്. ഒരു സമാധാനവുമില്ല. ഭാര്യയും ഭർത്താവും നാട്ടുകാർ പറയും അവർ ജീവിക്കുക ഏതോ 2 രാജ്യങ്ങളിൽ കഴിയുന്ന വ്യക്തികളെ പോലെയാണ്. ഒരു കട്ടിലില് ഒരു ബെഡിലാണ് അവർ കിടക്കുന്നതെങ്കിലും അവര് വിദൂരത്തായിരിക്കുന്നത് പോലെയാണ് അവരുടെ ജീവിതം. ഇങ്ങനെയുള്ള ജീവിതം പലപ്പോഴും ദുസ്സഹമായി തീരും. ഈ ദുസ്സഹാവസ്ഥയില് ആർക്കും സന്തോഷമുണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് എന്നും ക്ലേശവും കഷ്ടതയുമായിരിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തില് വീണ്ടും പറയുന്നുണ്ട് 25-23 ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ
ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഇത് നേരെ തിരിച്ചും. അപ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ പിമ്പില് പരസ്പരം ഐക്യപ്പെടുവാനും സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും ജീവിതത്തോടെ ഒരുമിച്ച് തുഴയുവാനും കഴിയാതെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുകയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ താലോലിക്കുകയും ആ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് കൊണ്ട് അനേക കുടുംബങ്ങള് തകർച്ചയിലേക്ക് പോകുന്നു, ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, തിന്മയുടെ വഴികളിലേക്ക് അവർ നടന്നു നീങ്ങുന്നു. ഇത് അവർക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സമ്പത്ത് വിനിയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന വഴികൾ അറിയാത്തത് കൊണ്ടല്ല, അധ്വാനിക്കുവാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവരധ്വാനിക്കുകയും സമ്പത്ത് വിനിയോഗിക്കുകയും ധാരാളമായി ചിലവഴിക്കുകയും കൂടുതൽ നേടുവാൻ വേണ്ടി കൂടുതൽ നൽകുകയും ചെയ്യുമ്പോഴും ഒന്നും കിട്ടാതെ തളർന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായത്തോടുകൂടി ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തത് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കില്ല. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പരസ്പരം പ്രീതികരമായ രീതിയിൽ സംസാരിക്കുവാനും ഇടപെടുവാനും ചേർന്ന് ജീവിക്കുവാനും കഴിയുന്ന അഭിഷേകത്താൽ നിറയപ്പെടുമ്പോഴാണ് ഓരോ കുടുംബവും അനുഗ്രഹം പ്രാപിക്കുക, ഓരോ വ്യക്തിയും അനുഗ്രഹം പ്രാപിക്കുക, ഓരോ ദേശവും അനുഗ്രഹം പ്രാപിക്കുക, ഓരോ കൂട്ടായ്മകളും അനുഗ്രഹം പ്രാപിക്കുക. അതിനാൽ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമാകുവാൻ വേണ്ട ജീവിത രീതികൾ അവലംബിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഓ ദൈവമേ മഹത്വം, ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ പറ്റാത്ത എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ വിട്ടുപോകും. പ്രത്യേകിച്ചും തൈലാഭിഷേകത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള വിഘടന സ്വഭാവങ്ങളും എതിര് മനോഭാവങ്ങളും തെറ്റായ ചിന്തകളും തെറ്റായ മോഹങ്ങളും എല്ലാം നീങ്ങിപ്പോകുന്ന നിമിഷമാണ്. പ്രാർത്ഥിക്കാം. അതിനിപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളോട് കൂടെ എപ്പോഴും വസിക്കുന്ന പൊന്നുതമ്പുരാനെ, വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെട്ട നിന്റെ മക്കള് ഒരിക്കലും അങ്ങിൽ നിന്ന് വിട്ടുപോകുവാൻ അങ്ങ് അനുവദിക്കരുതേ. ദൈവമായ കർത്താവെ, ഞങ്ങളിലെല്ലാം അങ്ങ് വസിക്കുന്നു. അപ്പോൾ ഞങ്ങളെ അങ്ങനെ അകറ്റുവാൻ തിന്മയുടെ ശക്തി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നീ ഞങ്ങൾ ഓരോരുത്തരിലേക്ക് സമർത്ഥമായി നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരിക്കലും തളരാതെ ധൈര്യസമേതം മുന്നേറുവാൻ എപ്പോഴും ഞങ്ങളുടെ കൂട്ടിന് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ഞാൻ പരിശുദ്ധാത്മാവിന് നൽകിയില്ല എന്നുള്ള അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം ഈ മക്കൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ. അടുത്ത ആഴ്ചയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ചേരുന്നവരെ സാധാരണ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് എന്റെ മക്കൾ സ്വതന്ത്രരായി അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട ആത്മചൈതന്യത്താൽ ഈ മക്കൾ ഓരോരുത്തരെയും പൂരിതരാക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ഈ മക്കൾ അഭിഷേകം ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ധന്യമായ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്ന ഈ മക്കൾ എന്നേക്കും അങ്ങനെ സ്വന്തമായി അങ്ങനെ പ്രിയപ്പെട്ടവരായി ഈ ലോകത്ത് ജീവിച്ച് അവർ ജീവിക്കുന്ന സമൂഹത്തില്, കുടുംബത്തില്, സ്കൂളില്, എവിടെയും അങ്ങനെ സാക്ഷികളായി ജീവിക്കുകയും ചെയ്യട്ടെ. ദൈവമേ ദൈവമേ മഹത്വം, ദൈവമേ പ്രാർത്ഥിക്കുക. എല്ലാ അനർത്ഥങ്ങളിലും തരും, എല്ലാ നന്മകളിലും ദൈവം അനുഗ്രഹം ചെയ്യും. എല്ലാ കൃപകൾ കൊണ്ട് നമ്മൾ നിറയും. എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും കഷ്ടതയും എല്ലാ തരത്തിലും ഈ നിമിഷങ്ങളിൽ അകന്നു പോകും. ദൈവത്തിന്റെ അഭിഷിക്തൻ നമ്മളെ തൈലം ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ അന്തരങ്ങളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറയും. ഉള്ള നന്മകൾ കൊണ്ട് നന്മ ചെയ്ത് ജീവിക്കാൻ, ഉള്ള സ്നേഹം കൊടുക്കുമ്പോൾ കൂടുതൽ സ്നേഹം കർത്താവ് നൽകിക്കൊണ്ട് സ്നേഹം വർദ്ധിപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിന് സാക്ഷികളായി തീരുവാൻ ഈ നിമിഷം നമുക്ക് ഉപയോഗിക്കാം.
നന്മകളും സ്നേഹവും ക്ഷമയും കൃപയും ദൈവനാമത്തിന്റെ മഹത്തിനായിട്ട് ഉപയോഗിക്കുവാൻ എപ്പോഴും കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ തകർച്ചകളിൽ നിന്നും, എല്ലാ കഷ്ടതകളിൽ നിന്നും, എല്ലാ ദാരിദ്ര്യത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നമ്മളെ മോചിപ്പിക്കും. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സൗഖ്യം, ശാരീരികമായ സൗഖ്യം മനുഷ്യകളില് കർത്താവ് നൽകും. ശരീരത്തിന്റെ വേദന മാറിപ്പോകും, മാനസിക സംഘർഷങ്ങൾ മാറിപ്പോകും, പലതരത്തിലുള്ള ദുരാശകളിൽ നിന്ന് മോചനം പ്രാപിക്കും. കണ്ണിന്റെ ദുരാശകൾ വിട്ടുപോകും, ജഡിക പ്രവണതകൾ നീങ്ങിപ്പോകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കും, എല്ലാ മേഖലകളെ ശുദ്ധീകരിക്കും. നമ്മളറിയാതെ, നമ്മളെ ചോദിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ധരിക്കുന്നവരാക്കാൻ അവിടുന്ന് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ചേർന്ന് പാടി. മുറിവെല്ലാം ദേഹത്തൈലം പൂശി, ഇപ്പോൾ നിന്നെ തഴുകി ബലപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം ദേഹത്തൈലം പൂശി, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. എല്ലാ പ്രയത്നങ്ങളും സമർപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള സ്നേഹിതര്, അയൽവാസികള്, നമ്മളോട് ശത്രുത പുലർത്തുന്നവര്, നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവര്, അകാരണമായി നമ്മളെ വേദനിപ്പിക്കുന്നവര്, നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പേര് അശുദ്ധമാക്കുന്നവര്, അവരോടെല്ലാം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടുനശിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. കൂടുനശിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ കൃത്തിൽ ഞാനടച്ചിടും. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ കൃത്തിൽ ഞാനടച്ചിടും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. എല്ലാ നന്മകൾ കൊണ്ടും നിന്നെ നിറയ്ക്കും. നിനക്ക് ജീവിത സമൃദ്ധി നൽകും. നിന്റെ കൃഷിയിടം നിനക്ക് വലിയ വിളവ് നൽകും. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നിന്റെ മക്കളും നിന്റെ ജീവിത പങ്കാളിയും അനുഗ്രഹിക്കപ്പെടും. അവര് നിന്നോട് പ്രീതികരമായ രീതിയിൽ വർദ്ധിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെ നിന്റെ കുടുംബത്തില് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഈ കവിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്നു തീരും എണ്ണയും നൽകും. രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്നു തീരും എണ്ണയും നൽകും. പാപക്കര നീക്കി നിന്നെ സുഖമാക്കി, അവൻ ചന്ദ്രങ്ങളിൽ നിന്നെ വഹിക്കും. പാപക്കര നീക്കി നിന്നെ സുഖമാക്കി, അവൻ ചന്ദ്രങ്ങളിൽ നിന്നെ വഹിക്കും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താരൻ, ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, എല്ലാ ഭീതിപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്നും, നിന്റെ ഭാവിയെ കുറിച്ചുള്ള നിന്റെ എല്ലാ ആകുലതകളിൽ നിന്നും ഇസ്രായേലിന്റെ നാഥൻ നിന്നെ സംരക്ഷിച്ച് പരിപാലിക്കും. നിന്റെ വഴികളിലും നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും
അവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നശിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. നശിപ്പിച്ച കുഞ്ഞുങ്ങളെ തന്റെ ചിറകിലിരുത്തും കഴുകനെ പോ. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ കീർത്തിൽ ഞാൻ അടച്ചിടും. നിന്റെ ദുരിതത്തിൽ നിന്നെ ഞാൻ വഹിക്കും, നിന്നെ എന്റെ കീർത്തിൽ ഞാൻ അടച്ചിടും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തും. അവനെ പ്രീതിപ്പെടുത്തുന്നതും അവന്റെ നാമത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതും അവനെ പ്രീതികരമാണ്. അത് പ്രാർത്ഥനയാണ്. അവനെ ദൈവം ഉയർത്തും. അവന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലും. ഈ ഗാനത്തിലൂടെ നമ്മൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന, രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്നു തേടും എണ്ണയും നൽകും. രക്ഷയുടെ പാറ അവൻ നിനക്കേകും, അതിൽ നിന്നു തേടും എണ്ണയും നൽകും. പാപക്കര നീക്കി നിന്നെ സുഖമാക്കി അവൻ സങ്കരങ്ങളിൽ നിന്നെ വഹിക്കും. പാപക്കര നീക്കി നിന്നെ സുഖമാക്കി അവൻ സങ്കരങ്ങളിൽ നിന്നെ വഹിക്കും. ഇസ്രായേലിൻ നാഥൻ എന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹത്തൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. നിന്റെ മുറിവെല്ലാം സ്നേഹത്തൈലം പൂശി ഇപ്പോൾ നിന്നെ കഴുകി ബലപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. ഇസ്രായേലിൻ നാഥൻ ഇന്നും വാഴും താതൻ ഇപ്പോൾ നിന്നെ തഴുകി സുഖപ്പെടുത്തും. എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയുമായിട്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതെങ്കിൽ ആ ഭയമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അവൻ നിന്റെ ഭയം നിന്നും അകറ്റി ധൈര്യത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അവൻ നൽകും. ഏതെല്ലാം തരത്തിലുള്ള ഭീതിയാണോ ഭയമാണോ നിന്നെ അലട്ടുന്നത്, അവയെല്ലാം കൊടുക്കാം. നാളെ എങ്ങനെ ജീവിക്കും, എങ്ങനെ കടം വീട്ടും, മക്കളെ എങ്ങനെ കെട്ടിച്ചുവിടും, എങ്ങനെ എന്റെ മകന് വീട് പണിത് കൊടുക്കും, എന്റെ മകൻ പഠിച്ച് വലുതാകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ, മകള് ദൂരത്ത് പോയാൽ ഏതെങ്കിലും തരത്തില് അവിടെ തെറ്റായ ജീവിതത്തിലൂടെ നടന്നു നീങ്ങുമോ, അങ്ങനെയുള്ള ധാരാളം ഭയം നമ്മളെ അലട്ടുന്നുണ്ടാകും. ഈ ഭയമെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. ദൈവം ഭയത്തിന്റെ അരൂപിയല്ല തരുന്നത്, പിശാച് തരുന്നതാണ് ഭയം. ദൈവസ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹാ പറയുന്നു. ദൈവസ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. എല്ലാ ഭയവും ദൂരീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ ആത്മാവിനോട് ചേർന്ന് ഭയത്തെ ശാസിക്കുക. എല്ലാ ഭയവും നമ്മുടെ ഹൃദയം നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥകളും ആകുലകളും വിട്ടുപോകട്ടെ. ദൈവം ശക്തനാണ്. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചറിയുന്ന നിമിഷമാണ്. വലിയ ധൈര്യം, ബീജത്വമുള്ള 3 പേർക്ക് വലിയ ധൈര്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ആകുലകളും വിട്ടുപോകുന്നു. അവര് സ്വസ്ഥമായി സമാധാനത്തോടെ ചിന്തിക്കുവാനും ജീവിക്കുവാനുള്ള കൃപ അവർക്ക് നൽകുന്നു. മുട്ടുവേദനയുണ്ടായിരുന്ന 3 പേർക്ക്
ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയതിലൂടെ അവരുടെ മുട്ടിന്റെ വേദന കർത്താവ് എടുത്തു മാറ്റി. അവരുടെ ജീവിതത്തിലെ കർത്താവിന്റെ സാന്നിധ്യം അടയാളമായി നൽകുന്നു. മുട്ടുവേദന മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ വെറുപ്പോടെ ജീവിച്ച 2 പേർക്ക് അച്ഛന്റെ കാത്തിലൂടെ ക്ഷമിക്കാനുള്ള വലിയ കൃപ കിട്ടുന്നു. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കം പൂർണ്ണമായും തന്റെ ശത്രുക്കളോട് തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചതിലൂടെ ദൈവം എടുത്തു മാറ്റുന്നു. അവര് സാമ്പത്തികമായി അനുഗ്രഹത്തിന്റെ പാതകളിലേക്ക് നടന്നു നീങ്ങുന്നു. എപ്പോഴും മനസ്സിൽ തിന്മ മാത്രം കടന്നു വരുന്ന, ദുഷ്ടചിന്തകൾ കടന്നു വരുന്ന 3 പേരുടെ ഹൃദയത്തിൽ കർത്താവ് വലിയ അഭിഷേകം നൽകുന്നു. സദ്വചനങ്ങൾ അവരുടെ നാവിൽ നിന്നും പുറപ്പെടുവാനുള്ള കൃപ കൊടുക്കുന്നു. അതിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് പുനഃസൃഷ്ടി നൽകുന്നു. തിരിച്ചു വന്ന് അവനെ പുനഃസ്ഥാപിക്കുന്നു. പഴയ ദൈവസ്നേഹ അനുഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എല്ലാ മേഖലകളും സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും വിട്ടുകൊടുത്ത് സമർപ്പിക്കാം. മക്കളുടെ പഠനത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയുടെ തെറ്റായ നിലപാടുകളെക്കുറിച്ച്, തെറ്റായ പ്രവൃത്തികളെക്കുറിച്ച്, ആരോഗ്യസ്ഥിതി മോശമായതിനെക്കുറിച്ച്, രോഗത്തിന്റെ കാഠിന്യം മൂലം മുന്നോട്ടെങ്ങനെ പോകുമെന്ന് ചിന്തിച്ചതിനെ കുറിച്ച്, വീടിന്റെ അവസ്ഥയെക്കുറിച്ച്, കൃഷിയിടത്തിലെ കഷ്ടതകളെ ഓർത്ത്, ജോലിയിലെ ഭാരമോർത്ത്, ശമ്പളം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടോർത്ത്, സമ്പത്ത് തികയാത്തതിന്റെ ക്ലേശങ്ങളോർത്ത്, എല്ലാ തരത്തിലും ക്ലേശമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുക. മഴക്കെടുതി കൊണ്ടുണ്ടായ കഷ്ടതകള്, ദാരിദ്ര്യങ്ങള്, വളർത്തുമൃഗങ്ങളെ ഓർത്തുള്ള വേദനകള്, അവ വീട്ടിൽ വാഴാത്തതിന്റെ പ്രശ്നങ്ങള്, എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പണം വന്നിട്ട് കയ്യിലിരിക്കാതെ ചെലവായി പോകുന്ന അവസ്ഥ, വീണ്ടും വീണ്ടും ദാരിദ്ര്യം, നോക്കുമ്പോൾ ഒത്തിരിയുണ്ട് പക്ഷേ ഒന്നും തികയുന്നില്ല. അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവൻ അനുഗ്രഹിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പാപചിന്തകള്, ദുഷ്ടമോഹങ്ങള്, പൂർവികരോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ്, വൈരാഗ്യങ്ങള്, മാതാപിതാക്കളെ വേണ്ടുന്നവണ്ണം സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ സ്വത്ത് കിട്ടാത്തതിനുള്ള വേദന ഓർത്തോർത്ത് വേദനിക്കുക. എന്റെ അപ്പന് എന്നെ പറ്റിച്ചല്ലോ, എന്റെ അമ്മ എന്നെ കരുതിയില്ലല്ലോ, അങ്ങനെ അവരെക്കുറിച്ച് ഓർത്തുള്ള നൊമ്പരങ്ങള് ഹൃദയത്തില് കൊണ്ടു നടക്കുന്നത് കൊണ്ട്, അവരോട് ക്ഷമിക്കാത്തത് കൊണ്ട്, തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാത്തത് കൊണ്ട്, അവരെ സ്നേഹിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വന്നു ഭവിച്ച പ്രയാസങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തില്. കാരുണ്യവാനായ ദൈവം അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ആ ക്ലേശങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും, ഓർത്തോർത്ത് വരുന്ന നിരാശയും എല്ലാം ഈശോയെ കൊടുത്തുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കരമുയർത്തി ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, കർത്താവേ അവിടുന്ന് തൊടണമേ, നിന്റെ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. നീയാണല്ലോ അങ്ങ് ഈ ശുശ്രൂഷയിലേക്ക് ഇവരെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങ് പറഞ്ഞല്ലോ, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ സന്നിധിയിൽ വരുവാൻ പറ്റുകയില്ല എന്ന്. ഓ കർത്താവായ യേശുവേ, അവിടുത്തെ ഞങ്ങളുടെ പിതാവായ സ്വർഗത്തിലെ ദൈവമിന്ന് ഈ മക്കളെ ഈ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങ് ഇവരുടെ മേൽ അനുഗ്രഹം ചെയ്യുവാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇവിടെ നിന്നും ഉയരുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിന്നും നിന്റെ സന്നിധിയിലേക്ക് ഉയരുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അനുഗ്രഹം നൽകുന്നവരെ, നിന്റെ അനുഗ്രഹവും നിന്റെ സമ്പത്തും നിന്റെ അഭിഷേകവും ഈ മക്കളുടെ മേൽ ഇപ്പോൾ സമൃദ്ധമായി ചെയ്യണമേ. എല്ലാ ദുഃഖങ്ങളും, എല്ലാ കഷ്ടതകളും, ഇവരുടെ എല്ലാ ആപരാധികളും കർത്താവേ എടുത്തു മാറ്റുന്ന നിന്റെ സ്നേഹത്തെ ഓർത്ത്, നിന്റെ കരുതലിനെ ഓർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുവിലാവിൽ നിന്നും ഒഴുകി ദിവ്യനിലത്താലും ദിവ്യജലത്താലും, തിരുവിലാവിൽ നിന്നും ഒഴുകിയ ദിവ്യനിലത്താലും ദിവ്യജലത്താലും എന്നെ കഴുകണമേ നാഥ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ നാഥ, എന്നെ
കഴുകണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ